ഹരേ കൃഷ്ണ. ശ്രീമദ് ദേവി ഭാഗവതത്തിൽ 2-ാം അധ്യായമാണ് ഞാൻ പാരായണം ചെയ്യുവാൻ പോകുന്നത്. ഓം ശ്രീ ലളിതാംബികായേ നമോ നമഃ. സാമോദം പുരാണങ്ങൾ പലതും കേട്ട ശേഷം ധീമതാംബരനായ ജൈമിനി മുനിശ്രേഷ്ഠൻ ഗുരുനായകനായ വേദവ്യാസന്റെ പാദസരസീരുഹം വീണു വന്ദിച്ചു ചോദ്യം ചെയ്താൻ. അല്ലയോ ജഗൽഗുരു, നിന്തിരുവടിയല്ലാതില്ലിഹ വേണ്ടും വണ്ണം ഉപദേശിപ്പാനാരും. കല്യാണം വളർത്തുന്ന സൽക്കഥ നന്നായി ഭവാൻ ചൊല്ലിക്കേൾക്കുക മൂലം എത്രയും കൃതാർത്ഥൻ ഞാൻ. ഒന്ന് നിന്തിരുവടി തന്നോട് ചോദിക്കണമെന്നേവം ഊന്നിക്കൊണ്ടു വാഴുന്നേ ബഹുനാളായി. ലോകങ്ങൾക്കാദിഭൂതയാകിയ ഭഗവതി ശോകനാശിനി സച്ചിദാനന്ദ സ്വരൂപിണി ശരണാഗതന്മാരെ പരിപാലനം ചെയ്യുവാൻ നിതരാം ദുർഗാദേവി ദുഷ്കൃത വിനാശിനി എപ്പോഴും ദേവി തൻ്റെ തൃപ്പാദാംബുജദ്വന്ദ്വ ഉൾപ്പൂവിൽ വെച്ചിരിക്കൊണ്ടല്ലോ വിശ്വനാഥൻ ശിവരൂപേണ ശോഭിക്കുന്നതും സരോരുഹഭവമുഖ്യർക്കും കൂടി ദുർലഭമെന്നായതും അതുലം തവ മഹാത്മ്യം സംക്ഷേപിച്ചോതിയിലെയോ മതിയിൽ തൃപ്തി വന്നില്ല അതുകൊണ്ടൽപ്പവും കരുണാവാരാനിധേ വിസ്തരിച്ചായതിപ്പോൾ അരുളി ചെയ്യണമേ ഭഗവൻ നമസ്തുതേ. ദുർലഭം നരജന്മമായത് സിദ്ധിച്ചിട്ടു കല്യാണപ്രദയാകും ശ്രീ മഹാദേവി തൻ്റെ മഹാത്മ്യം ശ്രവിക്കുവാൻ കൂട്ടാക്കാത്തവൻ നിസ്സന്ദേഹം തന്നുടെ ജന്മം പാഴാക്കുന്നവൻ തന്നെ. ഇത്തരം മുര ചെയ്ത ശിഷ്യനെ പ്രശംസിച്ചിട്ട് ഉത്തരം സത്യവതീ പുത്രൻ ഇങ്ങനെ ചൊന്ന